ഹായ്, നമ്മളിന്ന് മുട്ട വെച്ച് അടിപൊളി ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, പുഴുങ്ങിയതാണ്. പിന്നെ ഒരു 8 പീസ് റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. 2 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഐസ്ക്രീം സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങെല്ലാം നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് സമയം മതി. കാരണം ഉരുളൻകിഴങ്ങും മുട്ടയെല്ലാം വെന്തിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ പുറത്തുള്ള നമ്മൾ ഫില്ല് ചെയ്തത് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്ത് നമുക്ക് ബാക്കിയുള്ള ഇതെല്ലാം അതിലേക്ക് മിക്സ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയില അല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഈ മുട്ട ഐസ്ക്രീം സ്റ്റിക്ക് ഓരോന്നായിട്ടെടുത്ത് അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കഴിക്കണം. കാര്യം അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ആറിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് പോവും. അതിനാണ് നമ്മൾ റസ്ക് പൊടി ചേർക്കുന്നത്. എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു കത്തി കൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക ഓരോ ഭാഗം. എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വിതറി കൊടുക്കാനായിട്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് പുരട്ടി കൊടുക്കാം. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഓവറായിട്ട് എരിയിടേണ്ട ആവശ്യമില്ല. നമ്മൾ മാവിനകത്തും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം. അപ്പം കയ്യിലൊന്നും അത് ഒട്ടിപ്പിടിക്കത്തില്ല. എന്നിട്ട് ഈ മാവൊരു കുറച്ചെടുത്തിട്ട് ഉരുട്ടി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് പരത്തിയിട്ടാണിത് അതിനുള്ളിൽ വെക്കുന്നത്. ഈ സമയത്ത് ഈ മാവിന് എന്തെങ്കിലും ഒരു ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് റസ്ക് പൊടി ഇട്ട് നമുക്കത് മാവ് നല്ല രീതിയിലാക്കാം. ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുന്നുണ്ട്. വെള്ളത്തിലോ വല്ലതും ഒന്ന് കൈ മുക്കിയിട്ട് വീണ്ടും നമ്മളത് ഫില്ല് ചെയ്യുക. എല്ലാം നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. മാവ് ലൂസായി പോയാൽ നമ്മൾ എണ്ണയ്ക്കകത്തിടുമ്പോൾ അത് അതിലോട്ട് അടർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ റസ്ക് പൊടി ഇട്ടിട്ട് അത് ഒന്നുകൂടെ കുഴച്ചെടുക്കുക.
ഇനി ഇത് നമ്മൾ 2 മുട്ട കലക്കി വെച്ചിരിക്കുന്ന അതിലൊന്ന് മുക്കിയെടുക്കുക. നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നമ്മൾ റസ്ക് പൊടിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും അടുത്ത മുട്ടയും നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ ഈ മാവൊക്കെ റെഡിയാക്കുന്ന ഒരു ടൈമിൻ്റെ വേസ്റ്റേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാ സാധനങ്ങളും നല്ല കുക്കായതാണ്. അപ്പോൾ പുറമേ ഉള്ള നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് അതൊന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മാത്രം മതി. എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. ഫില്ലേറ്റ് വീണ്ടും മുട്ടയിൽ മുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ റസ്ക് പൊടിയിൽ മുക്കിയെടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാര്യം വലിയ എരിവൊന്നുമില്ല. അകത്ത് മുട്ട പുഴുങ്ങിയതായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ടൊരു പാന് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ചിടണം. എന്നിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഞാനിത് ഓരോന്നായിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഈ പുറത്ത് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന അതെല്ലാം ഇളകിപ്പോവും. അപ്പം ഇത് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ തീ കുറച്ചിടുക. കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓരോ സൈഡായിട്ട് നമ്മൾ തിരിച്ചിട്ട് സൈഡിൽ നിന്ന് എണ്ണ ഇങ്ങനെ പുറത്തോട്ട് കോരി ഒഴിച്ചു കൊടുക്കണം. എല്ലാ സൈഡും നന്നായിട്ട് കുക്കാവണം. എണ്ണ കുറച്ച് നമുക്കിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കേണ്ട എണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ ഓരോ സൈഡ് കാര്യം ഇതെല്ലാം കുക്കായ സാധനമായതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഓരോ സൈഡും ഇങ്ങനെ തിരിച്ചിട്ട് ഫ്രൈ ആക്കുക. ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് ഇളകിപ്പോവും. ഇത് മേപ്പോട്ട് നമുക്കെടുത്ത് ആ എണ്ണയൊക്കെ ഒന്ന് മാറുന്നിടം വരെ വെച്ചിട്ട് എടുത്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കതിൽ നിന്ന് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണമാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് വരുന്ന ടൈമിൽ നമ്മൾ ഇത് ചെയ്താൽ മതി. 5 മിനിറ്റ് മതി. ചെയ്ത് വെച്ചിരുന്നാൽ ഇത് ആ ക്രിസ്പിനെസ് പോവും, തണുക്കും. കഴിക്കാൻ കൊള്ളാം, എങ്കിലും ആ ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് എണ്ണ ഇങ്ങനെ ഇട്ടിട്ട് എടുക്കാം. മൂന്നാമത്തേതും നമ്മളിങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതും എടുക്കാം. ഇത് നമുക്ക് ടൊമാറ്റോ സോസോ എന്തുപയോഗിച്ചും നമുക്ക് കഴിക്കാം. നല്ലൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും.
മുട്ടയായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.